പൂയം നക്ഷത്രം. വാൽക്കണ്ണാടിയുടെ ആകൃതിയിൽ ആകാശത്തിൽ കാണപ്പെടുന്ന 8 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് പൂയം നക്ഷത്രമായി അറിയപ്പെടുന്നത്. ഗുരുഭക്തിയും മതനിഷ്ഠയും ഉള്ള വ്യക്തികളായിരിക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. സൽസ്വഭാവികളായ ഇവരെ മറ്റുള്ളവർക്ക് വളരെയധികം സ്നേഹമായിരിക്കും. അതിനാൽ തന്നെ ആരുമായും ഇടപഴകുന്നതിന് ഇവർക്ക് യാതൊരു വിഷമവും ഉണ്ടായിരിക്കില്ല. ഏറ്റെടുത്ത ചുമതലകൾ സത്യസന്ധമായും ആത്മാർത്ഥമായും നിർവഹിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ആത്മവിശ്വാസവും മിതവ്യയവും സൂക്ഷ്മതയും നിമിത്തം ഉയർന്ന നിലയിൽ എത്തിച്ചേരുവാനും ഇവർക്ക് സാധിക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ തന്നെയും ഹൃദയ ചാഞ്ചല്യവും ഇവരിൽ കണ്ടുവരാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു സംശയ മനോഭാവവും ഇവർക്ക് ഉണ്ടാകാറുണ്ട്. തന്റെ യഥാർത്ഥമായുള്ള കഴിവിനെ കുറിച്ച് ആലോചിക്കാതെ ഓരോ കാര്യങ്ങളിലും ഏർപ്പെട്ട് പരാജയം വരിക്കാനുള്ള ഒരു യോഗവും ഇവർക്ക് പൊതുവെ ഉണ്ടാകും. എന്നാലും പരാജയത്തിൽ നിരാശപ്പെടുന്നവരോ അടങ്ങിയൊതുങ്ങി ഇരിക്കുന്നവരോ അല്ല ഇവർ. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്ത് കഷ്ടനഷ്ടങ്ങൾ സഹിക്കാനും ഇവർ തയ്യാറാക്കും. കർമ്മകുശലതയും വാക്ചാതുര്യവും ഇവരുടെ പ്രത്യേകമായ കഴിവുകളാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഇവരുടെ കഴിവും പ്രശംസനീയം തന്നെയാണ്. ദയാശീലവും സഹൃദയത്വവും ഇവരുടെ പ്രത്യേകമായിരിക്കുന്ന എടുത്തു പറയേണ്ടതായിരിക്കുന്ന ഗുണങ്ങളാണ്. മറ്റുള്ള വ്യക്തികളെ ദ്രോഹിക്കണമെന്നുള്ളതായിരിക്കുന്ന ചിന്തയില്ലാത്ത ഇവര് ഇങ്ങനെയുള്ള നടപടികൾ എവിടെ കണ്ടാലും അതിനെ എതിർക്കുന്നവരായിരിക്കും. ന്യായദീക്ഷയും കൃപണ സ്വഭാവവും ഇവരിൽ മുന്നിട്ട് നിൽക്കും. ഇങ്ങനെയാണെങ്കിലും മിക്ക കാര്യങ്ങളിലും തന്റെ കാര്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടേ ഇവർ പ്രവർത്തിക്കാറുള്ളൂ. ആരോടും സ്നേഹഭാവത്തിൽ പെരുമാറാനും സംസാരിക്കാനും ഇവർക്ക് നല്ല കഴിവുണ്ടാക്കും. പൊതുവിജ്ഞാനത്തിൽ നല്ല അറിവ് സമ്പാദിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. വിജ്ഞാനവും ബുദ്ധികൂർമ്മതയും ഗ്രഹണശക്തിയും ഇവർക്ക് കൂടുതലായി കാണുന്നു. ഒരു തീരുമാനമെടുക്കുന്ന സമയത്തില് അനുകൂലവും പ്രതികൂലവുമായുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിൽ വന്നു ചേരുക നിമിത്തം മനപ്രയാസങ്ങൾ ഉണ്ടാകും. അതുമൂലം പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയത്തിലേക്ക് നയിച്ചെന്നും വന്നേക്കും. വലിയ ആലോചനയൊന്നും തന്നെ കൂടാതെ എടുത്തു ചാടുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. പൂയം നക്ഷത്രജാതരായ മിക്ക വ്യക്തികളുടെയും ബാല്യകാലം അത്ര മെച്ചമായിരിക്കുകയില്ല. സാമ്പത്തികമായും മറ്റും ഈ സമയത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവമാകാം. വേണ്ടത്ര നിയന്ത്രണമില്ലാതെ വന്നാൽ ഈ കാലത്ത് തെറ്റായ വഴികളിൽ അകപ്പെട്ടു പോകാനും സാധ്യത കാണുന്നു. വിമർശനങ്ങളും അപവാദങ്ങളും നേരിടുന്നതായി വന്നേക്കാം. ഇവരുടെ ജീവിതത്തില് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും ഇവർക്ക് കഴിവ് കൂടുതലായി ഉണ്ടാകും. പൂയം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് ഏകദേശം 10 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ബാലാരിഷ്ടതാ കാലഘട്ടം നിറഞ്ഞ സമയമായിരിക്കും. അതിനുമേൽ 27 വയസ്സ് വരെയുള്ള കാലഘട്ടം ഗുണപ്രദമായിരിക്കുന്ന സമയമാണ്. പലവിധ ഗുണാനുഭവങ്ങളും ഈ സമയത്തിൽ അനുഭവമാകും. ഉന്നത വിദ്യാഭ്യാസം, തൊഴിൽ വിജയം, കുടുംബജീവിത വിജയം, ആരോഗ്യാദി അഭിവൃദ്ധി തുടങ്ങിയവയ്ക്കൊപ്പം തന്നെ ചെറിയ മനപ്രയാസങ്ങളും ഈ സമയത്തിൽ വന്നു ചേരും. ബന്ധുജന വിരോധം, ബന്ധുജന വേർപാട്, അപവാദ ശ്രവണം എന്നിവയും ഫലം തന്നെയാണ്. 27 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള കാലഘട്ടം ഗുണദോഷ മിശ്രമാണ്. 34 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെയധികം ഗുണപ്രദമായിരിക്കുന്ന സമയമാണ്. എല്ലാ വിധത്തിലും നല്ല അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. 54 വയസ്സിന് ശേഷം സമാധാനപൂർണമായിരിക്കുന്ന ജീവിതം കെട്ടിപ്പിടിക്കുവാൻ പ്രത്യേകം ശ്രമിക്കണം. പൂയം നക്ഷത്രക്കാർക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങള് മകം, ഉത്രം, ചിത്ര എന്നീ നക്ഷത്രങ്ങളും അഷ്ടമരാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ കുംഭം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരോരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഈ നക്ഷത്രങ്ങൾ പ്രതികൂലങ്ങളായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. പൂയം നക്ഷത്രജാതർക്ക് കേതുവിന്റെയും സൂര്യന്റെയും ചൊവ്വയുടെയും ദശാകാലം ദോഷപ്രദമായ സമയമായതിനാൽ ഈ കാലഘട്ടത്തിൽ വിധിപ്രകാരമുള്ളതായിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പൂയം, അനിഷം, ഉത്രട്ടാതി എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം തുടങ്ങിയ പുണ്യകർമ്മങ്ങൾ നടത്തുവാൻ ഉത്തമമാണ്. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും അനുഷ്ഠിക്കുന്നതും ഗുണം ചെയ്യും. പൂയവും ശനിയാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ നടത്താവുന്നതാണ്. ഈ ദിവസം ശനീശ്വര പൂജ, ശാസ്താക്ഷേത്ര ദർശനം തുടങ്ങിയവയ്ക്കും ഉത്തമം തന്നെയാണ്.
രാശിയുടെ അധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ഗുണപ്രദം തന്നെയാണ്. പൗർണമി നാൾ തോറും, പ്രത്യേകിച്ച് മകരമാസത്തിലെ പൗർണമിയില് ദുർഗാപൂജ നടത്തുന്നതും ഗുണം ചെയ്യും. ശനിയാഴ്ച ദിവസങ്ങളിൽ അരയാൽ പ്രദക്ഷിണം ചെയ്യുന്നതും ഗുണകരം തന്നെയാണ്. പൂയം നക്ഷത്രത്തിന്റെ ജന്മവൃക്ഷം അരയാലാണ്. ആടാണ് മൃഗം. ചകോരം പക്ഷി. പുരുഷയോനി ദേവഗണം. ബൃഹസ്പതിയാണ് താരദേവത. പൂയം നക്ഷത്രജാതർക്ക് അനുയോജ്യമായ നിറങ്ങൾ വെളുപ്പും കറുപ്പും നീലയുമാണ്. അനുയോജ്യമായ രത്നം ഇന്ദ്രനീലമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക. നന്ദി, നമസ്കാരം.